നിങ്ങൾ പറഞ്ഞ അഡ്രസ്സ് ഇതാണ്. എത്രയാ? 100 dirhams. താങ്ക് യു. 1 minute. എന്താ അത്? ഇതെൻ്റെ അമ്മ തന്നതാ. വളരെ കാലമായി എൻ്റെ പേഴ്സിലിരിക്കുന്നു. കല്യാണത്തിന് എനിക്ക് ചിലപ്പോൾ നാട്ടിലെത്താൻ പറ്റില്ലെങ്കിലോ, അതുകൊണ്ടാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ മാരേജ് പ്രസൻറ്റേഷൻ ഇൻ അഡ്വാൻസ്. താങ്ക് യു സർ. താങ്ക് യു. क्या चाहिए? गंगा है, अमेरिका गई है, जगदीश सर है. वो भी अमेरिका गया है. ഹലോ. മോഹനേട്ടനോ? അപ്പൊ ഇനിയും പോയില്ലേ? എന്തോ എനിക്ക് നിങ്ങളെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. ഗംഗ അമേരിക്കയ്ക്ക് പോയിന്ന് അറിഞ്ഞത്. ഓ, എങ്കിൽ പിന്നെ നമുക്ക് എൻ്റെ വീട്ടിൽ പോയാലോ? नायरे चाहिए ना क्या? वो नहीं है दा? ദാ ചായ. എല്ലാം നമ്മുടെ ഫ്രണ്ട്സാ. ഇതാണ് നമ്മുടെ പാലസ്. ഇതെൻ്റെ ബെഡ്റൂം, അത് ബാത്റൂം, അത് കിച്ചൺ. കൊള്ളാലോ. പിന്നെ വിക്കിക്ക് ഇവിടെ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. Okay. നിങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുടിക്ക്. ഹലോ. ഹലോ കൽപ്പന, ഞാനാ വിക്രം. ഞാനിപ്പോ ദുബായിലുണ്ട്. എനിക്ക് തന്നോട് അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കണം. ഹലോ ഹലോ. Hello, boss. That boy whom we are talking about from India is here. Good morning, sir. Morning. നമസ്കാരം മേനോൻ സാർ. നമസ്കാരം. സാറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. മലയാളികൾക്കൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ആളാണെന്ന്. സാർ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി. ജോലിയുടെ കാര്യത്തിൽ യോഗ്യതയുള്ളവർ ആരായിരുന്നാലും എവിടെ നിന്ന് വന്നാലും ഞാൻ അവരെ നിരാശപ്പെടുത്താറില്ല. ഞാനൊരു ഡിപ്ലോമ ഹോൾഡറാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ. എങ്കിൽ നാളെ തന്നെ നീ എൻ്റെ ഗ്യാരേജിൽ ജോലിക്ക് കയറിക്കോളൂ. ഗോഡ് ബ്ലസ്. ഓക്കെ സാർ, വരട്ടെ. ഹായ് വിക്രം, ഞാൻ കൽപ്പനയെ സംസാരിക്കുന്നത്. ടെൽ മീ കൽപ്പന. നീ എന്റെ വീട്ടിൽ വന്ന് എന്നെ കാണാൻ ശ്രമിക്കേണ്ട വിക്രം. അതെന്താ? ഐ ആം ഇൻ ഡേഞ്ചർ റൈറ്റ് നൗ. वो लड़का कल्पना से बात कर रहा है. ഒരു കാര്യം ചെയ്യൂ, കൃത്യം 4 മണിക്ക് കാലിഫോർണിൽ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ? കൽപ്പന, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. പ്ലീസ് നിനക്ക് ലിസൺ വേണ്ടി ടു ഞാൻ മീ. വാങ്ങിച്ചതാ. പ്ലീസ്. നോ താങ്ക്സ്. ഗംഗ, ഹായ് ഗംഗ. ഛേ, നിങ്ങൾ ഇവിടെ വന്നോ? ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്കൂ പ്ലീസ്. പറഞ്ഞത് കേട്ടത് ഒക്കെ മതിയായി. ഗംഗ ഒന്ന് നിൽക്കൂ പ്ലീസ്. വിറാ, ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ കൈ കയറി നീ പിടിക്കുന്നു. പോടാ. ഐ വിൽ ജസ്റ്റ് കം. ഗംഗ നിൽക്ക്, ഞാനത് പറയട്ടെ. ശരിയല്ലോ, എന്റെ കൈക്ക് പണി ഉണ്ടാക്കുമല്ലേ? ഞാനോ? നിനക്ക് ശവപ്പെട്ടി പണിയാൻ വന്നവൻ. വാ രവി, ഗംഗ, ഞാൻ അവിടെ പറയുന്നത് സംസാരിക്കണ്ട. കേടാ, വാ രവി. കേടാ. ഗംഗ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. പ്ലീസ് പ്ലീസ്, ഞാൻ പറയട്ടെ. ഗംഗ, പ്ലീസ് ലിസൺ ടു മീ. ഇനി അവൻ ഈ അഭ്യാസം ഗംഗ, എന്തായി കളിക്കുന്ന അവനെ വിടാൻ? എന്ത് തെറ്റിയിട്ടാ ഇങ്ങനെ തല്ലുന്നത്? എന്താ മാഡം ഇത്? നിങ്ങൾ അന്വേഷിച്ച് ഇവിടെ വന്നവനോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഞങ്ങളുടെ പ്രേമം എന്നെ മരിച്ചു കഴിഞ്ഞു സർ. അവൻ ഇവിടെ വന്നത് എന്നെ കാണാനൊന്നുമല്ല. അവൻ ഇഷ്ടപ്പെട്ട മറ്റേതോ പെണ്ണിന് വേണ്ടിയാ. ആത്മാർത്ഥ പ്രേമത്തിന് ഇവന്റെ ജീവിതത്തിൽ വിലയില്ല സർ. അവൻ ദിവസം ഓരോരോ പെണ്ണിന്റെ പുറകെ. അതിലൊരു പെൺകുട്ടിയെ കാണാനായിരിക്കും ഇവൻ ഇവിടെ വന്നത്. ചിലപ്പോ അവള് ഗർഭിണിയായിരിക്കും. ഗർഭിണിയായി കഴിഞ്ഞാൽ ആഘോഷം നടത്തിയിട്ട് മറ്റൊരു പെണ്ണിന്റെ കൂടെ പോവല്ലോ.
ഇതിൽ എന്റെ തെറ്റെന്താണ് സർ? നിങ്ങൾ തന്നെ പറയൂ, എന്താണ് എന്റെ തെറ്റ്?